കറിയാപ്പ് പെട്ടെന്ന് വളരും. തലേന്നത്തെ കഞ്ഞിവെള്ളം ഒഴിക്കണം. പിന്നെ നമ്മൾ ഈ പാലിൻ്റെ പാട എടുത്ത് വെക്കുമല്ലോ ഫ്രിഡ്ജിനകത്ത്, അത് നമ്മൾ ഒരു ഡപ്പ നിറയുമ്പോൾ നമ്മളത് മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കും. അതെല്ലാവർക്കും അറിയാവോ? പാലിൻ്റെ പാട എടുത്ത് ദിവസവും എടുത്ത് ഒരു ഡപ്പയ്ക്കകത്ത് ചില്ലുകുപ്പിയിലോ എല്ലാം എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. അത് കുറേ ദിവസം ആകുമ്പോൾ ആ ചില്ലുകുപ്പി നിറയുമ്പോൾ നമ്മൾ മിക്സിക്കകത്ത് ഇട്ടിട്ട് കുറച്ച് തണുത്ത വെള്ളവും കൂടെ ഒഴിച്ച് അതങ്ങ് അടിക്കണം. അപ്പം നമുക്ക് നല്ല നെയ്യ് കിട്ടും. അപ്പം നമ്മൾ ആ നെയ്യ് ഇങ്ങനെ എടുത്ത് കഴിഞ്ഞിട്ട് ആ കടഞ്ഞ സാധനം ഉണ്ടല്ലോ, പാല് പോലിരിക്കും, അത് നമുക്ക് ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. അത് നമ്മൾ ഈ കറിവേപ്പിൻ്റെ ചുവട്ടിലൊഴിക്കണം. അപ്പം രണ്ട് കാര്യമായേ. തലേന്നത്തെ പഴങ്കഞ്ഞിക്കഞ്ഞിവെള്ളം, ഈ നെയ്യ് പാട കടഞ്ഞ വെള്ളം, മോരിൻ്റെ വെള്ളം, അത് മോരല്ല, പുളിയൊന്നുമില്ല അതിന്, അതും ഒഴിക്കണം കറിവേപ്പിന്. എന്നിട്ട് നമ്മൾ മണ്ണൊക്കെ ഇളക്കി കൊടുക്കണം ഇടയ്ക്ക്. എന്നിട്ട് എന്ത് ചെയ്യണം? കറിവേപ്പ് എടുക്കുമ്പം നമ്മൾ മണ്ട ഒടിച്ചൊടിച്ചൊടിച്ചെടുക്കണം. അല്ലാതെ ഈ തണ്ട് വലിച്ചെടുക്കല്. തണ്ട് എടുത്തെടുത്ത് വെച്ചാൽ കറിവേപ്പ് മുരടിച്ചു പോവും. കറിവേപ്പിൻ്റെ മണ്ട ഒടിച്ചൊടിച്ചെടുക്കണം. അപ്പോൾ അത് ഒരുപാട് ഉയരത്തിൽ പോത്തുമില്ല, എത്ത് പൊട്ടി പൊട്ടി കിളിക്കുകയും ചെയ്യും. അങ്ങനെ കറിവേപ്പ് നല്ല ഒല്ല് തഴച്ച് വളരും. ഈ രണ്ട് കാര്യം ചെയ്താൽ മതി. പഴങ്കഞ്ഞി കഞ്ഞിവെള്ളം, ഈ പാട എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നെയ്യും കിട്ടും. നെയ്യ് വേണേ നെയ്യ്, വെണ്ണ വേണമെങ്കിൽ വെണ്ണ. അപ്പം അതിൻ്റെ ഉപയോഗമില്ലാത്ത സാധനം, ആ വെള്ളം പാല് പോലിരിക്കുന്ന സാധനം നമുക്ക് കറിവേപ്പിൻ്റെ ചുവട്ടിലൊഴിക്കാം. അപ്പോൾ ഓക്കെ, എല്ലാവരും ചെയ്യുമല്ലോ.